ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സ്കേർട്ടാണ്. അതായത് ഹാൻഡ്കർച്ചീഫ് മോഡൽ ഒരു സ്കേർട്ടാണ്. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം, സിമ്പിളാണ്. അതായത് സ്റ്റിച്ചിങ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് പോലും ചെയ്യാവുന്ന ഒരു സ്കേർട്ടാണ്. അത് മാത്രമല്ല, ഇത് ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടാൽ ഒരു വെറൈറ്റി ഡിസൈനും ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്കേർട്ടിന്റെ മോഡല്. ഇത് ഞാൻ ലെയേർഡ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ തട്ടുള്ള ഫ്രോക്ക് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഹാൻഡ് കർച്ചീഫിന്റെ ലെയേർഡ് സ്കേർട്ടാണിത്. അപ്പൊ വേണ്ടോ, പല ലെയർ ആയിട്ട് ഞാനിപ്പോ 3 ലെയറാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയേഴ്സ് കൂട്ടാം. അപ്പൊ അതിനനുസരിച്ച് ലെയറിന്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ചീഫ് ലെയേർഡ് സ്കേർട്ട് തയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ 1.5 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. അതിന് നമ്മൾ എടുക്കുമ്പോൾ ഈ ടൈപ്പ് തുണി എടുക്കുമ്പോൾ, കാരണം നമ്മൾ അടിവശം മടക്കി അടിക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷിമ്മർ ടൈപ്പ് തുണിയാണ്. ഇതിന്റെ എഡ്ജ് കണ്ടോ, നമുക്ക് മടക്കി അടിക്കണ്ട. ഇതിങ്ങനെ നൂലൊന്നും പോവില്ല. അങ്ങനത്തെ ടൈപ്പ് തുണി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് അടിവശം ഫ്രീ ആയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുണി മേടിക്കുമ്പോൾ തന്നെ. ഓക്കെ, ഇന്നത് 3 ലെയർ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് 20 ഇഞ്ചിന്റെ, രണ്ടാമത്തെ ലെയർ 23 ഇഞ്ച്, ഫസ്റ്റ് ലെയർ 20 ഇഞ്ച്, സെക്കൻഡ് ലെയർ 23 ഇഞ്ച്, തേർഡ് ലെയർ 26 ഇഞ്ച്. അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതായത് 20, 23, 26 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനിലാണ് ഇതിന്റെ ലെങ്ത് എടുക്കുന്നത്. ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പം ഏറ്റവും അടിയിലെ ലെയറിൻ്റെയാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഏറ്റവും അടിയിലിടുന്ന ലെയർ നമ്മൾ 26 ഇഞ്ചാണ് എടുക്കുന്നത്. 26 ഇഞ്ച് എടുക്കാൻ ഞാൻ ഇപ്പോൾ ഒരു മൂലയിൽ നിന്ന് ഒരു എഡ്ജിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 26 മാർക്ക് ചെയ്യാണ്. 26ന്റെ ഒരു സ്ക്വയർ പീസാണ് ആദ്യമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങോട്ടും 26 എടുക്കുക. നമ്മൾ 26 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതൊരു സ്ക്വയർ പീസായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഒരു സ്ക്വയർ പീസായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, കട്ട് ചെയ്യുന്നതിന്റെ പാട് ഈ സൈഡുകളിൽ വരരുത്. കാരണം നമ്മൾ ഇതിന്റെ എഡ്ജുകളൊന്നും മടക്കി അടിക്കുന്നില്ല. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ 26 ഇഞ്ചിന്റെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് 23 ഇഞ്ചിന്റെ എടുക്കാൻ പോവാണ്. 3 ലെയറും മുറിച്ചെടുത്തു. ഇത് 20 ഇഞ്ച് ലെങ്ത്, 20 ഇഞ്ച് വിഡ്ത്ത്. ഇത് നമ്മുടെ 23 ലെങ്ത്, 23 വിഡ്ത്ത്. ഇത് 26 ലെങ്ത്, 26 വിഡ്ത്ത്. ഇതിപ്പോൾ 3ഉം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഇതിന്റെ സെന്ററാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ വരും. കണ്ടോ, സെന്ററാണ് നമ്മൾ വേസ്റ്റ് എൻഡിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നത്. ഇത് ലെയേർഡ് ആയിട്ട് ഇങ്ങനെ വരും. അത് ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്യുന്നതെന്ന്. അതിനിപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഓരോ ലെയറും, ഇതിപ്പം 20 ഇഞ്ചിന്റെ പീസാണ്, അതിനെ നമ്മൾ 4ആയിട്ട് മടക്കുക. കറക്റ്റ് അളവിൽ 4ആയിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ ഇത് ഫസ്റ്റ് ലെയർ. അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ 4ആയിട്ട് മടക്കിയെടുക്കുക. ഈക്വൽ ഹാഫായിട്ട് മടക്കി, എന്നിട്ട് വീണ്ടും ഒരു മടക്കുക. അപ്പൊ ഈ വരുന്ന മൂലയുടെ മുകളിലായിട്ട് നമ്മൾ അടുത്ത ഈ ലെയറും എടുത്തു വെക്കുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്നാണ് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 20 23 ആയി. ഇനി തേർഡ് ലെയർ ഇതുപോലെ തന്നെ 4ആക്കി മടക്കി അതിൻ്റെ അടിയിൽ വയ്ക്കുക. 3 ലെയറും മടക്കി സ്ക്വയർ പോലെ മടക്കി ഇട്ടു, 2ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോൾഡിങ് വരുന്ന ആ ഒരു പോർഷൻ ഇവിടെയാണ് വരേണ്ടത്. എല്ലാ ഫോൾഡിങ്ങും ഒരേപോലെ വരണം കേട്ടോ. ഫോൾഡിങ് വന്നേക്കുന്നത് ഇവിടെ നിന്ന്. ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് 3.5 ഇഞ്ച് അങ്ങോട്ടും 3.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അത് ഈ ഒരു പോർഷനിലെല്ലാം മാർക്ക് ചെയ്യുക. ഈ 3.5 ഇഞ്ച് എടുത്തേക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ഒരു സ്കേർട്ട് 2-2.5 വയസ്സുള്ള കുട്ടിക്ക് പ്രായമുള്ള കുട്ടിക്ക് ഇടാൻ പറ്റുന്ന സ്കേർട്ടാണ്. അപ്പൊ ആ ഒരു വണ്ണം എടുത്തേക്കുന്നത് 3.5 എടുത്തേക്കുന്നത് കുട്ടി സ്കേർട്ട് ഇടുന്ന ആ ഒരു പോർഷന്റെ റൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ട് നമ്മൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതിപ്പോൾ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ എലാസ്റ്റിക് ഇടുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി കിടന്നോളും. പക്ഷെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് ഇടാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വണ്ണം എടുക്കുമ്പോഴത്തേക്കും കുട്ടിയുടെ വേസ്റ്റിന്റെ വണ്ണം ഡിവൈഡഡ് ബൈ 6 അതാണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും വിടർത്തി ഓരോ ലെയേഴ്സ് ആയിട്ട് വെച്ചു കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും അടിയിലത്തെ ലെയർ. അപ്പൊ ആ പോർഷൻ ആദ്യം വെച്ചു കൊടുക്കുക. ഏറ്റവും അടിയിലത്തെ ലെയർ വിരിച്ചിട്ടു, അതിന്റെ മുകളിൽ അടുത്ത ലെയർ വിരിച്ചിട്ടാണ് അതിന്റെ മുകളിൽ അടുത്ത ലെയർ ഇടുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിനെ പിൻ ചെയ്ത് ഒന്ന് അടിച്ചു വയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേസ്റ്റിലേക്ക് പിടിപ്പിക്കുന്നത്. കണ്ടോ? സ്കേർട്ട് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. 3 പീസും വേസ്റ്റിന്റെ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. കണ്ടോ? ഇതുപോലെ വരും അടിയിൽ. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡാണ് റെഡിയാക്കാൻ പോകുന്നത്. വേസ്റ്റ് ബാൻഡ് നമ്മുടെ വേസ്റ്റിന്റെ പടി വെക്കാനായിട്ട് അതിനകത്തൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അതിന് ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസാണ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് എലാസ്റ്റിക് ഉള്ളിൽ കൂടി പോകുമ്പോൾ പുറത്തെടുത്ത് കാണിക്കും. അപ്പം അത് കാണിക്കാണ്ടിരിക്കാനായിട്ട് സെയിം തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ലൈനിങ് ഇട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ സെയിം അതേ തുണി തന്നെ ഉള്ളിൽ ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കുവാണ്. വിഡ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് 3 ഇഞ്ച്, ലെങ്ത് എടുത്തേക്കുന്നത് 27 ഇഞ്ചാണ്. 27 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് അളന്നു നോക്കി, ഇതെവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു ഫുൾ അളവിൽ നമുക്ക് ഇവിടെ വേണം. ഞാനിതിങ്ങനെ അളന്നു നോക്കി എത്ര വരുന്നുണ്ടെന്ന്. അപ്പോൾ 12.5 എനിക്ക് കിട്ടിയത്. അപ്പോൾ 12.5
25 വരും. പിന്നെ തയ്യൽ തുമ്പും ഒക്കെ കൂടിയാണ് ഞാൻ 27 എടുത്തത്. എക്സ്ട്രാ വരുവാണെങ്കിൽ നമ്മളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ബാൻഡ് മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിങ്ങനെ ഇതിലേക്ക് പിടിപ്പിച്ചിട്ട് കാണിക്കാം. ഇത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ മെത്തേഡിൽ ഇങ്ങനെ നമ്മൾ 2 പീസ് 2 ലെയർ ഒരുമിച്ച് വെച്ച് ആദ്യം ഫ്രണ്ടിൽ നിന്ന് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടുക. എന്നിട്ട് വീണ്ടും ഉള്ളിൽ നിന്ന് അടിക്കുക. അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പോർഷൻ നമ്മൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് അതിനകത്തുകൂടി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിതിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ പടി സ്കേർട്ടിലേക്ക് വെക്കുന്നതിന് മുന്നേ ഈ 2 ലൈനിങ് ആയിട്ട് വെച്ചേക്കുന്ന പീസും തമ്മിൽ 2 സൈഡ് ഒന്ന് ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് പിടിപ്പിക്കുമ്പോൾ അത് പാടായിട്ട് വരും. ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് 2 സൈഡും അടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സ്കേർട്ടിലേക്ക് പിടിപ്പിച്ചു തുടങ്ങി. ഇത് സ്കേർട്ടിൻ്റെ നല്ല വശമാണ്, ഗ്ലേസിങ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതിൻ്റെ ചീത്ത വശം ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒരു അടിപ്പ് കൊടുക്കുക. ഞാൻ കാണിക്കാം. നമ്മൾ 1 സൈഡ് ജോയിൻ ചെയ്തു. ഇത് ഇനി നമ്മൾ തിരിച്ചിട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റം വശം അടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് വെച്ച് നമ്മൾ അടിക്കാണ്ടിട്ടിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ വെച്ച് ഈ 2 പീസും തമ്മിൽ ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിനി ഉള്ളിലേക്ക് ഇത് മടക്കി അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പടി പോലെ വരും. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് വെച്ചിട്ട് വേണം അത് തയ്ക്കാൻ. ഞാൻ തയ്ച്ചിട്ട് കാണിക്കാം. അപ്പോൾ എലാസ്റ്റിക് 17.5 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പിന്നെ വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വേസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ടിങ് കൊടുക്കുമ്പോഴത്തേക്കും വേസ്റ്റിൻ്റെ അളവ് എത്രയുണ്ടോ അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂടി ലൂസ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു കട്ടിങ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈഡിൽ ഓപ്പണിംഗ് ഒന്നുമില്ല. അപ്പോൾ കുട്ടിയുടെ തലയിൽ കൂടി ഇത് കടന്നു പോകണമെങ്കിൽ ഇവിടെ കുറച്ച് ലൂസ് വേണം. എന്നാലേ കറക്റ്റ് അതേ അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ തലയിൽ കൂടി കടന്നു പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നിങ്ങൾ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു അളവിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുക. ആ ഒരു കോണിൻ്റെ വശത്തു നിന്ന് ഞാൻ 3.5 എടുത്തത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കണം, അതുകൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. നമ്മൾ എലാസ്റ്റിക് വലിച്ചെടുത്തു. ഇനി നമ്മൾ ഈ 2 എലാസ്റ്റിക്കുകളും തമ്മിൽ ആദ്യം ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഓപ്പണിംഗ് ഇട്ട ഭാഗം ജോയിൻ ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ വേഗം ചെയ്യാവുന്ന എന്നാൽ ഒരു വെറൈറ്റി ഡിസൈനുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇടാവുന്ന നല്ലൊരു സ്കേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും ഒക്കെ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്